ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറേ ചെടികൾ വിൽക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. കടലാസ് ചെടികളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. ഇതെല്ലാം വലുതായിപ്പോയതും ചെറുതും എല്ലാം കൂടെ ഒരുമിച്ചാക്കി വെച്ചിരിക്കുകയാണ്. കുറേ വിറ്റ് തീർന്നതിൻ്റെ ബാക്കിയുള്ളതാണ് ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യക്കാരനുണ്ടെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി. ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ്. കൊറിയർ ചാർജും സ്പെഷ്യലായിട്ട് അയച്ചു തരുന്നു. 100 രൂപ മുതൽ കടലാസ് ചെടികളുണ്ട്. പിന്നെ ഇതൊക്കെ 30 രൂപ മുതലാണ് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത്. ഇത് കുറേ വെറൈറ്റികളുണ്ട്, 5-6 കളറുണ്ട്. ആമ്പൽ തൈ 150 രൂപ വെച്ചാണ് കൊടുക്കുന്നത്, മഞ്ഞ ആമ്പലിൻ്റെത്. ഞാനിത് 350 രൂപയ്ക്ക് ഒരു തൈ മേടിച്ചിട്ട് പിന്നെ അതിൻ്റെ പകുതി വിലയ്ക്ക് വിൽക്കുകയാണ് ഇപ്പം. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇത് ഈ കളർ ഞാൻ മേടിച്ചതാണ്. പിന്നെ വയലറ്റും ഉണ്ട്. പിന്നെ ഇത് 2 വെറൈറ്റി ഉണ്ട്. ചെറിയ കളറ് വിളമ്പിലായിട്ടുള്ളത്, റോസ് കളറുള്ളത്. ഇതും വാടാമല്ലിയും 30 രൂപയാണ്. ഇതും 30 രൂപയാണ്. ഈ ചെടിക്ക് 60 രൂപയാണ്. ഇതൊക്കെ 30 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് മുല്ല 40 രൂപയാണ് തൈ. കുറച്ച് തൈ തീർന്നിട്ടുണ്ട്. ഇനി വലിയ തൈ പൂക്കളായതാണ്. ഇത് ഞാൻ തൈകളാക്കിയാണ് കൊടുക്കുന്നത്. ഇത് അടുക്ക് മുല്ലയാണ്, സാധാ മുല്ലയല്ല, അടുക്ക് മുല്ല. നല്ല ഭംഗിയായിട്ട് വിരിയുന്ന അടുക്ക് മുല്ല. ഈ ചെടി 2 കളർ ഞാൻ പറഞ്ഞല്ലോ, 2 കളറാണുള്ളത്. ഒന്ന് വിളിമ്പിൽ ചെറുത്, ഇത് അത്ര ഭംഗിയില്ല, നിറയെ പൂക്കൾ പിടിക്കും. മറ്റേത് നിറയെ പൂക്കൾ പിടിക്കും, പക്ഷെ ഭയങ്കര ഭംഗി ഇതിനെ തോന്നിക്കും. ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് തോന്നുന്നത്. ഇത് 80 രൂപ മുതൽ തൈകൾ കൊടുക്കും. പിന്നെ കൊറിയർ ചാർജ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു കമൻ്റ് അറിയിക്കുക. കുറേ ചെടികൾ എനിക്കുണ്ട്. എല്ലാ തരത്തിലുള്ള ചെടികളും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. കുറേയൊക്കെ ഞാൻ കുറഞ്ഞ വിലയിൽ 10,000-ത്തിനൊക്കെ എടുത്ത ഒരാളുണ്ട്. അത് നമ്മൾ അറിയാവുന്ന ആളായതുകൊണ്ട് അത്രയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാം കുറച്ച് കൊടുത്തു. അങ്ങനെയാണ് എനിക്കിത് കൂടുതൽ വിൽക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നത്. ഇപ്പോഴത്തൊട്ടിങ്ങോട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴൊക്കെ കുറച്ച് ചിലവിലേ പോകുന്നുള്ളൂ. ഇപ്പോൾ ഒത്തിരി ചെടികളുണ്ട്. മഴയ്ക്ക് മുമ്പേ വിറ്റ് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കടലാസ് ചെടികളിന് കുറേ ബാക്കി ഇരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അറിയിക്കുക. വേണ്ടുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ, കൂടുതൽ ചെടി മേടിക്കുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ ഇഷ്ടത്തിനൊത്ത് കൊടുക്കുന്നതാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ചെടി ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെടി മേടിക്കും, കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നത് കൊണ്ട്. ഇതെന്നും പൂക്കളാണ്, നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ പിടിച്ചിരിക്കും. കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല ഇതിന്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും വാടിപ്പോകത്തൊന്നുമില്ലത്. അങ്ങനത്തെ ഒരു ചെടിയാണ്, നല്ല രസമുള്ള. പൂക്കൾ വിരിഞ്ഞിരിക്കുമ്പോഴും പല സമയത്തും എടുത്ത ചെടികളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട് ഇപ്പം. ഇത് ഭയങ്കര ഭംഗിയാണ്. ഇത് 150 രൂപയാണ് ഈ ചെടിയുടെ വില.
കൊണ്ടുവച്ച ഉടനെ പൂ പിടിക്കും. വളരെ മനോഹരമായ പൂക്കളാണ് ഇതിലുള്ള വരുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കും. ഇത് എവിടെ ഇരുന്നാലും ഒരു ഭംഗിയാണ്. അങ്ങനെ ഒന്ന് നോക്കി പോകും. അത്രയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ നിറം. ഇൻഡോറായിട്ട് വയ്ക്കുന്നത് ചെടിയും കൂടെയാണ്. ചെറിയ പ്രകാശത്തിൽ വെച്ചാൽ മതി. ആഴ്ചതോറും ഒന്ന് വെയിൽ കൊള്ളിച്ചാലും മതിയാകും. അത്ര നല്ല ഭംഗിയാണ് ഈ പൂക്കൾക്ക്. അടുത്തതായിട്ട് വരുന്നത് വയലറ്റ് ജമന്തിയാണ്. ഇളം വയലറ്റ് കളറാണ് ഈ ജമന്തിക്ക്, കടും കളറല്ല. നിറയെ പൂക്കൾ പിടിക്കുന്ന ജമന്തിയാണ്. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഉണ്ട്. കാണിച്ചു തരാം. ഇത് ചെമ്പരത്തി, അടുക്ക് ചെമ്പരത്തിയാണ്. നിറയെ പൂക്കൾ പിടിക്കുന്ന, പഴയ നമ്മളെ വീട്ടിലുള്ള അതേപോലത്തെ എല്ലാം പുതിയ ഐറ്റമാണത്. പിന്നെ ചുവന്ന റോസ, ഇത് 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തൈകൾ. അതും സ്റ്റോക്ക് തീർന്നിട്ടുന്നത് വരെയുള്ളു. ഈ പൂക്കൾ എന്നും പൂക്കളുള്ള ഒരു ചെടിയാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയിട്ട് ഇടുന്നതാണ്. തറയിൽ വെച്ചാൽ മൊത്തം പടന്നങ്ങ് പോകും. ഹാങ്ങിങ് ആയിട്ടിടാനാണ് ഇത് നല്ലത്. ഇതിൻ്റെ മഞ്ഞയുടെ ഒരു വെറൈറ്റി ഉള്ളൂ. മറ്റേ ഇതൊക്കെ പൈപ്പിൽ വെച്ച് വളർത്താം, ചെടിച്ചട്ടിയിൽ വളർത്താം, തറയിൽ വളർത്താം, അങ്ങനത്തതാണ് ഇതൊക്കെ. ഇതിൻ്റെയും 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ കടലാസ് ചെടിയുടെ കുറേ ഐറ്റം ഉണ്ട്. എല്ലാത്തിൻ്റെയും പേരുകളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നട്ട് ഇതുപോലെ തൈകളാക്കി വയ്ക്കും. കുറച്ചൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇഷ്ടപ്പെടുന്നവർ, അയൽക്കാരും പരിസരത്തുള്ളവരൊക്കെ വന്ന് ഒത്തിരി കടലാസ് ചെടി വിറ്റ് പോയിട്ടുണ്ട്. 100 രൂപ മുതൽ മുകളിലോട്ട് കൊടുക്കും. പല സൈസ് വെറൈറ്റികളുണ്ട്. നല്ല ഭംഗിയുള്ള അടുക്ക് മഞ്ഞ, മജന്ത, അങ്ങനെ റോസ്, അങ്ങനെ 2-3 ഐറ്റം ഉണ്ട് അതിൻ്റെത്. അടുക്ക് ഇതളുള്ള, ഇതൊക്കെ ഒറ്റ ഇതളുള്ള മജന്തയും ചുവപ്പും ഒക്കെയാണ് ഇത്. ഇത് 2 വെറൈറ്റിയാണ്, വെള്ളയും മജന്തയും മാത്രം ഉള്ളത്. മജന്തയെല്ലാം ഒരു വയലറ്റ് കളറാണ് ഇതിനുള്ളത്. അങ്ങനെ ഒരു വെറൈറ്റി. പിന്നെ 2 വെറൈറ്റി കൂടി 2-3 കളറുള്ള ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. തറയിൽ നടണമെന്നില്ല. ഇത് മതിലിൻ്റെ പുറത്തിങ്ങനെ കിടക്കുകയാണ്. നിറയെ പൂക്കളാണിത്. പൈപ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമായിട്ട് നിൽക്കും. ഇതൊരു കുഞ്ഞു തൈ കൊണ്ട് വെച്ചതാണ്. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വളർന്ന് നിറയെ പൂക്കളായതായത്. ഇപ്പം വെട്ടിക്കളയാൻ തോന്നാത്തത് ഇത്രയും പൂക്കൾ നിൽക്കുന്നുകൊണ്ടാണ്. പിന്നെ വെള്ള ജമന്തി, ഇതിൻ്റെയും തൈകളിൽ സ്റ്റോക്കില്ല. പിന്നെ പൂക്കൾ കാണിക്കുന്നതേ ഉള്ളൂ.
ഇപ്പോൾ വയലറ്റിൻ്റെ തൈകൾ മാത്രമേ കൂടുതലായിട്ടുള്ളൂ, മഞ്ഞയും വെള്ളയും കുറവാണ്. ഇതൊക്കെ തൈകൾ 30 രൂപയേ ഉള്ളൂ. ഇതുപോലെ നിറയെ പൂക്കൾ പിടിച്ചെങ്കിലേ ഭംഗിയുള്ളൂ. നല്ല രസമുള്ള പൂക്കളാണ് ജമന്തി പൂക്കൾ. എന്നും വാടാതെ കുറച്ച് നാൾ നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. തനി വെള്ള, തനി മഞ്ഞ, പിന്നെ വയലറ്റ്, അങ്ങനെ 3 നിറമാണ് എൻ്റെ കയ്യിലുള്ളത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇതിൻ്റെ എല്ലാ തൈകളും പെട്ടെന്ന് വിറ്റ് തീർക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വെള്ളച്ചെടിയുടെയും തൈകളാക്കി തരുന്നതാണ്. ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.